ഹായ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ബി പിയെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ലോ ബി പി എന്നാൽ എന്താണ്? ഓക്കെ എന്ന് വെച്ചാൽ ഒന്നുമില്ല, തലറിഞ്ഞ് ചുറ്റി വീഴുക, തറയിൽ ഇത്രയേ ഉള്ളൂ. അതാണ് ലോ ബി പി. ഹൈ ബി പി എന്ന് പറയുമ്പോൾ ചുമ്മാ ടെൻഷൻ അടിച്ച് പെരി കാന്താരി മുളക് അതൊക്കെ കഴിക്കുന്നതിന് ബി പിയുടെ ഗുളികയൊക്കെ വീണിരിക്കും. പക്ഷേ ലോ ബി പിക്ക് അങ്ങനെയുള്ള ഗുളിക ഇല്ലെന്ന് വേണം പറയാൻ. ലോ ബി പി വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മളിപ്പം സന്തോഷപൂർവ്വമായിട്ടൊരു സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോയിരിക്കും, പെട്ടെന്ന് കണ്ണിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുട്ട് കയറി വരുന്നു. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണം, കിടന്നിടത്ത് ഇരുന്നിടത്ത് പിന്നെ നെഞ്ചിലൊരു ചെറിയ പെയിൻ പോലെ വരുന്നു. അതുപോലെ തന്നെയാണ് എന്തു പറയാനായിട്ട് ഓർക്കാനും ചുമ്മാ ഇരിക്കുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഒരു ഛർദ്ദിക്കാനായിട്ടൊരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കും. പിന്നെ ക്ഷീണം, തലചുറ്റൽ, ചുമ്മാ നടന്നുകൊണ്ട് പോകുമ്പോഴും വണ്ടി പോകുമ്പോഴൊക്കെ ഒരു തലചുറ്റലോട്ട് പോവുക, ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെൻഡൻസി വരും. ഇതെല്ലാം വരുന്നത് നമ്മുടെ ലോ ബി പി വളരെ കുറവാണെങ്കിൽ വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം കൊണ്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലോ ബി പി എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ മാറ്റാം എന്നുള്ളതാണ് ഞാനിന്ന് നിങ്ങളടുത്ത് പറയുന്നത്. ഓക്കെ, എനിക്കിത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് വേറെ എന്തോ ആണ്, ഫുഡ് കഴിക്കാത്തതുകൊണ്ടുള്ള ഇഷ്യൂ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നായിരുന്നു. പക്ഷേ അല്ല, ലോ ബി പി ആയിരുന്നു. പക്ഷേ എനിക്ക് വെള്ളം കൂടി കുറവായിരുന്നു. ഓക്കെ, വെള്ളം കൂടി കുറവാകുമ്പോൾ മെയിനായിട്ട് വരുന്ന സംഗതിയാണ് ഇതെല്ലാം വരുന്നത്. അപ്പം നമുക്ക് ഇതിന് എന്ത് ചെയ്യാം എന്നുള്ളതെന്ന് പറയുമ്പോൾ പൊതുവെ ഒന്നും ചെയ്യാനായിട്ടൊന്നുമില്ല. ഉപ്പ് കുറച്ച് കൂട്ടിയാൽ മാത്രം മതി. മറ്റേത് ഉപ്പ് കൂടിയാലാണ് പ്രശ്നം. എന്താണ്? ബി പി കൂടുതൽ. ഇതിന് ഉപ്പ് നല്ല കുറഞ്ഞു പോയാലാണ് പ്രശ്നം വരുന്നത്. അപ്പം ഞാൻ ഉപ്പിലിട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇച്ചിരി ഉപ്പൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ആളായിരുന്നു. പെട്ടെന്ന് അത് ഉപ്പൊക്കെ ഇത്തിരി കുറവായി തുടങ്ങി. അപ്പം തൈറോയ്ഡ് അയഡിൻ കുറവായാലും ഈ പ്രശ്നം വരും. അപ്പം ഉപ്പ് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിച്ചെന്ന് പറഞ്ഞിട്ടല്ല. എന്നുവെച്ചാൽ പെട്ടെന്ന് ഇപ്പോൾ തലറിയിൽ പോയി പെട്ടെന്നൊരു ഉപ്പ് വായിൽ വെക്കുന്നത് നല്ലത്. എനിക്ക് പെട്ടെന്ന് അങ്ങനെ ബോഡി ക്ഷീണം വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പ് എടുത്ത് വായിൽ വയ്ക്കും, അപ്പോൾ തന്നെ കുറച്ച് ശരിയാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഫുഡിൽ ഉപ്പ് കുറച്ച് കൂടുതൽ കയറ്റുക. കറി ഏത് വെക്കണമെങ്കിലും കുറച്ച് ഉപ്പിൻ്റെ അളവ് കൂട്ടുക. എത്ര മാത്രം ഉപ്പിലിട്ട കാര്യങ്ങളെല്ലാം കുറച്ച് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിക്കിൻ്റെ വെള്ളം നല്ലതാണ്. പിന്നെ ഒരു 3 നേരം കഞ്ഞിവെള്ളം, വീട്ടിലെ ചൂട് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ഉപ്പത്തിരി കൂടുതലിട്ട് കഞ്ഞിവെള്ളം കുടിക്കുക. വെള്ളം രാവിലെ കുടിക്കണമെങ്കിൽ അതിൽ ഉപ്പത്തിരി കൂടുതലായിട്ട് എടുക്കുക. ഓക്കെ, ഇത്രയും തന്നെ നമ്മളെ ലോ ബി പിക്കാർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നന്നായിട്ട് തന്നെ പൊക്കോളും. വേറെ അഡീഷണൽ ടാബ്ലറ്റ് എടുക്കേണ്ട കാര്യമില്ല, വേറെ അഡീഷണൽ ഫുഡ് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമില്ല. ഈ വെള്ളങ്ങൾ, ഈ കാര്യങ്ങൾ, ഇതിലെല്ലാത്തിനും ഇത്തിരി ഉപ്പ് കൂടുതലാക്കി യൂസ് ചെയ്താൽ മാത്രം മതി. ഈ ലോ ബി പി എന്നൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. ഞാനിത് ചെയ്തു നോക്കി, എനിക്ക് നല്ല റിസൾട്ട് വന്നു. എന്ന് വെച്ചാൽ ഈ 2-3 ദിവസത്തെ വീഡിയോ നിങ്ങൾ ഇടാതിരുന്നതിന് ശേഷം നിങ്ങൾ എന്നെ നോക്കി ഞങ്ങൾക്ക് മതി. പിന്നെ ക്ഷീണിച്ചിട്ടുണ്ട് ഞാൻ. എന്നെ അറിയാവുന്ന മിക്കവരും പറഞ്ഞു ഈ ക്ഷീണം പറ്റി എന്ത് പറ്റി വെച്ചാൽ ഇതായിരുന്നു എൻ്റെ പ്രശ്നം മെയിനായിട്ട്. വെച്ചാൽ എനിക്ക് ലോ ബി പി ആയിരുന്നു. ലോ ബി പി ആണ്, നല്ല ക്ഷീണവും തലചുറ്റലൊക്കെ ആയി വയ്യായിയൊക്കെ ആയി നിന്ന് ഞാൻ ഇരിക്കുകയുണ്ടായിരുന്നു. അപ്പം ഇതിന്ന് ഞാൻ കുറച്ച് റിക്കവറായി വന്നതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. കഞ്ഞോളം ഉപ്പിട്ട് കൂടുതൽ കുടിച്ചു. അപ്പം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഫുഡൊന്നും ടൈമിൽ കഴിക്കാതെയൊക്കെ വന്നെങ്കിൽ വന്ന ഒരു പ്രശ്നമായിരുന്നു. വെള്ളം കുടിക്കുക കുറച്ച് സ്കൂളൊക്കെ തുറന്നതിന് ശേഷം പറ്റിയില്ല. അങ്ങനെ വന്നൊരു കാരണം കൊണ്ടിട്ടാണ് ലോ ബി പി വന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഐഡിയകളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലോ ബി പി ഉള്ളവർക്ക് പെട്ടെന്നെല്ലാം നോർമൽ ആകാനായിട്ടുള്ള ചാൻസ് കൂടുതലായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.